സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് തൊട്ടു മുൻപ് കറണ്ട് കട്ട് ചെയ്തതിനെതിരെ തൃശൂർ അന്നമനടയിൽ പ്രതിഷേധം. പരാതിയുമായി KCB ഓഫീസിലെത്തിയ യുവാക്കൾ താൽക്കാലിക ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തു. വൈദ്യുതി ഉപയോഗം കുറച്ച് ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. റിപ്പോർട്ട് കാണാം ആദ്യം. കേരളത്തിലെ KCB പവർ കട്ട് അത് മറ്റു തലത്തിലേക്ക് വരെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി നടന്ന സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂർ അന്നമനടയിലാണ്. അന്നമനടയിൽ ഇന്നലെ രാത്രി കറണ്ട് പോയ സമയത്ത് ആ പ്രദേശത്തുള്ള ഒരു കൂട്ടം ആളുകൾ KCB ഓഫീസിലേക്ക് എത്തി. തങ്ങൾക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ എത്തിയത്. പിന്നീട് അവരും KCB ജീവനക്കാരും തമ്മിലുള്ള സംസാരം അതൊരു സംഘർഷത്തിലേക്ക് എത്തി. KCB ഓഫീസിൽ അവർ സംഘർഷമുണ്ടാക്കി. ഒരു ജീവനക്കാരന് മർദ്ദനമേൽക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെയാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം നടന്നത്. അതിന് തൊട്ടു മുൻപായി 12:30 കളി തുടങ്ങാനിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് 11:30 കൂടി ഈ കറണ്ട് പോയതും അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് എത്തിയതും. അതേസമയം കേരളത്തിലുള്ളവർ ഇതുമായി സഹകരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് മന്ത്രി സണ്ണി ജോസഫ് നടത്തുന്നത്. ഉപകരണങ്ങൾ കഴിയുന്നത്ര പകൽ സമയത്ത് ഉപയോഗിച്ചാൽ അവിടെ നമുക്ക് രാത്രികാലത്തെ അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വൈദ്യുതി കിട്ടും. അങ്ങനെയും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വൈദ്യുതിയുടെ പ്രശ്നം നമ്മൾ വിചാരിച്ച ഒരു ദിവസം ഒരു റോഡ് പണിയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെട്ടിടം പണിയുന്നത് പോലെയോ വേഗത്തിലാക്കാൻ കഴിയില്ല. സാങ്കേതികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പവർ കട്ട് ഉണ്ടാകരുത്. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഇനിയുള്ള 2 കളിയും ലൂസേഴ്സ് ഫൈനലും അത് കഴിഞ്ഞ് നടക്കുന്ന ഫൈനലും ആ സമയത്ത് വിദ്യുത് ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിസ്മയങ്ങളും തീർക്കുന്ന ഈ ഗവൺമെൻറ് വിദ്യുത് ശക്തി ലഭ്യമാക്കുക തുടങ്ങിയ പ്രാഥമിക പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പറയാനുള്ളത്. അന്നമനടയിൽ ഉണ്ടായ സംഭവം അത് തങ്ങളുടെ ഒരു കുറ്റം കൊണ്ടല്ല എന്നുള്ളതാണ് അന്നമനടയിലുള്ള KCB ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് സെൻട്രലൈസ്ഡ് ആയി നടക്കുന്ന അല്ലെങ്കിൽ കറണ്ട് പോയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് KCB ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. അപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് അധിക നാളുകളായില്ല. അതിനു മുമ്പേ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് വൈദ്യുതി പോകുമ്പോൾ എന്തുകൊണ്ടൊരു മറുപടി നൽകാൻ പോലും സർക്കാരിന് കഴിയാതെ പോകുന്നു. വ്യക്തമായ രീതിയിൽ അത് വലിയൊരു പ്രശ്നമായി സ്ഥായിയായിട്ടുള്ള ഈ വിഷയം മാതൃഭൂമി ന്യൂസ് അഡ്രസ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രതികരണങ്ങൾ നടത്താം. സുരേഷ് കുമാർ KCB മുൻ ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ശ്രീ M ശ്രീകുമാറും കോൺഗ്രസ് സഹയാത്രികനും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ M ശ്രീകുമാർ, ഇതിനാ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നോ ഈ പവർ കട്ട് ഇരുട്ടിലാക്കും എന്ന ഗ്യാരണ്ടിയും? അതും അതിലായിരുന്നോ എന്ന് ജനം ചോദിച്ചു തുടങ്ങി. ഒരു പോംവഴിയുമില്ലേ, മറ്റ് പോംവഴിയും ഒന്നുമില്ലേ സർക്കാരിന്? കൈമലർത്തുകയാണ് മന്ത്രിയും. ഇപ്പോൾ അതിരൂക്ഷമായ പ്രതിസന്ധി ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളും അനുഭവിക്കുകയാണ്. നമ്മുടെ അങ്ങേക്ക് അനുഭവം കാണും, ഇവിടുത്തെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രി അടക്കം ഈ പ്രതിസന്ധി നേരിൽ കാണുകയാണ്. അപ്പോൾ എന്താണ് ജനങ്ങളോട് ഇക്കാര്യത്തിലൊരു പ്രതിബദ്ധതയും അല്ലെങ്കിൽ ഒരു B പ്ലാനും ഈ സർക്കാരിനില്ലേ? ശ്രീ N ശ്രീകുമാർ. നോക്കൂ ശ്രീ പ്രജീഷെ, നമ്മുടെ നാട്ടില് ഈ വൈദ്യുതി ഉപഭോഗം കൂടുന്നതും കുറയുന്നതും പവർ കട്ടും ഒക്കെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഗുണമോ അല്ലെങ്കിൽ പരാജയമായിട്ടൊന്നും സാമാന്യ ബുദ്ധിയുള്ളവരൊന്നും കാണില്ല. ഇപ്പൊ LDF ഭരിച്ചപ്പോൾ പവർ കട്ട് ഉണ്ടായില്ല എന്നവർ പറയാറുണ്ട്. അത് മുൻകാലങ്ങളിലെ ഭരിച്ച ഗവൺമെന്റ് പവർ കട്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും പവർ കട്ട് ഇല്ലാത്ത കേരളത്തൊന്നും പറഞ്ഞ് മേനി നടിച്ചിട്ടില്ല. അത് മഴ നന്നായിട്ട് പെയ്താൽ ഇഷ്ടം പോലെ കറണ്ട് കിട്ടും, മഴ കുറഞ്ഞാൽ കറണ്ട് കുറയും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഇന്ന് ശ്രീ MA ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതായത് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കലാണ് സാധാരണ ചെയ്യുക. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തില് ഇങ്ങനെ പവർ കട്ട് മുൻകൂട്ടി വൈദ്യുതിയുടെ ക്ഷാമം മുൻകൂട്ടി കണ്ടുകൊണ്ട് വൈദ്യുതി വാങ്ങിച്ചത് അത് തിരിച്ചു കൊടുക്കുന്ന ഒരു ഭാരം കൂടി ഇന്നത്തെ ഗവൺമെന്റിനുണ്ട്. പക്ഷെ അതൊന്നും LDF ചെയ്ത കുറ്റമോ UDFന്റെ തലയിൽ വെച്ചതൊന്നും ഞാൻ പറയില്ല. ഈ കറണ്ട് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമ്മുടെ ആണവ നിലയങ്ങളും, 2 പ്രകൃതിദത്തമായിട്ടും. പ്രകൃതിദത്തമാണ് ഏറ്റവും പ്രധാനം. അതായത് കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഈ സമയത്ത് 60% വൈദ്യുതി ജലനിരപ്പ് ഉണ്ടായിരുന്ന ഡാമുകളിൽ ഇന്ന് 30% ഉള്ളൂ. അപ്പൊ ഇത് മറ്റേ നമ്മുടെ എന്താണ് എൽനിനോ എന്നുള്ള ആ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതൊരു പ്രകൃതിയുടെ ഒരു തീരുമാനം. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? 2 മാസം എത്തിയ ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഇരുട്ടിലാണോ എന്ന് ചോദിച്ചാൽ പവർ കട്ട് വന്നാൽ ഇരുട്ടാവും ആ സമയത്ത്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ആ സമയം നിശ്ചയിക്കണം.
അത് അതെ അതെ മുൻകൂട്ടി അതാണ് പറയുന്ന അതാണ് ഞാൻ സമയം ഇപ്പൊ ചോദിക്കാൻ വരുന്നത്. ഫുട്ബോളിന്റെ കാരണം കാര്യത്തില് ഒരു നിശ്ചിത സമയം ഇന്നലെ ഈ തിരുവനന്തപുരത്തായാലും പല ഭാഗങ്ങളിലും 1-2 തവണയൊക്കെയാണ് കറണ്ട് പോകുന്നത്. അതിൽ അരമണിക്കൂറുണ്ട്. ഒരു സമയ നിഷ്ഠയെന്ന് പറയുന്നത് ഇല്ല. തോന്നിയതുപോലെ രീതിയിൽ ഒരു അറിയിപ്പ് കൃത്യമായി നൽകുന്നില്ല. അറിയിപ്പ് പോലും കഴിഞ്ഞ ദിവസമൊക്കെ വന്നതെന്താണ്, ഇന്നൊരു പക്ഷേ പോയേക്കാം, എന്തോ ഒരു എവിടെയോ എന്തോ പറയുന്നു. അപ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഇന്ന് ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ ആ സമയങ്ങളിലായിരിക്കും കറണ്ട് പോവുക, അല്ലെങ്കിൽ ഇന്ന മേഖലകളിലായിരിക്കണം, പത്രമാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകാമല്ലോ, അതൊന്നുമില്ല. ആ രീതിയിൽ വരുമ്പോൾ ആളുകൾ വളരെ പാനിക്കാവും. പല വീടുകളിലെയും അവസ്ഥ പറയേണ്ട, രോഗിയായിട്ടുള്ള ആളുകളുണ്ടാകും, കുഞ്ഞുങ്ങളടക്കം, പിന്നെ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ അടക്കം. ഇപ്പോൾ പാനിക്കായി പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കൃത്യമായ ഒരു അറിയിപ്പുണ്ടെങ്കിൽ കരുതിയിരിക്കാം. അല്ല, അത് ചില സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഞാൻ താമസിച്ച തൃശ്ശൂരാണ്, കളക്ടറേറ്റ് ഉള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഇന്നലെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു, ഇന്ന സമയത്ത് നിങ്ങളുടെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്ന് പറഞ്ഞ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂര്. അപ്പൊ അത് ഓരോ സ്ഥലത്തെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കണം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ ഫുട്ബോള് കഴിയുന്നത് വരെ ആ സമയത്ത് കറണ്ട് കട്ട് പാടില്ല എന്നുള്ളത്. കറണ്ട് കട്ട് ഇപ്പൊ ചില പവർ കട്ട് അല്ലാതെയും നമ്മുടെ നാട്ടിലെ ചില സാങ്കേതിക തകരാറൊക്കെ കൊണ്ട് പവർ കട്ട് വരും. പക്ഷെ ഇപ്പൊ അതൊക്കെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന്റെ പേരിലാക്കി ഫുട്ബോൾ മാത്രമല്ല, ഫുട്ബോൾ മാത്രം നമ്മൾ പറഞ്ഞ് അല്ലെ, ഫുട്ബോൾ ഇപ്പോൾ തിങ്കളാഴ്ച കൂടി കഴിയും, അതല്ലല്ലോ. അപ്പോൾ അതിനുശേഷം എത്ര കാലം ഈ കറണ്ട് കട്ട് ഉണ്ടാകും എന്ന് പറയാൻ കഴിയാതെ പോകുന്നു. നമ്മളിപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അവിടെ മഴ ഉണ്ടാകും, മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയാതെ പോകും. ജൂലൈ മാസം 300 മെഗാവാട്ട് വൈദ്യുതി ചോദിച്ചെടുത്ത് 150, അതും ആ യൂണിറ്റിന്റെ പൈസ നിരക്കൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വ്യവസ്ഥകളും അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഈ കാര്യങ്ങൾ അടിയന്തര യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരെയും ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൂടെ? നോക്കൂ, അതൊക്കെ വെറുതെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലല്ലേ. കാര്യം കൃത്യമായി പറയാന്നുള്ളതാണ്. വൈദ്യുതി മന്ത്രി കൃത്യമായിട്ട് ഇന്നലെ കാര്യം പറഞ്ഞു. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉപഭോഗം കൂടി ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ പെരുപ്പം. അത് മാത്രമല്ല, മഴക്കുറവ് കൊണ്ട് ഉപഭോഗം കൂടി. ഇനി അത് കൂടാതെ വാങ്ങിയ വൈദ്യുതി വിൽക്കേണ്ട ഘട്ടം. ഇനി അതൊക്കെ പോട്ടെ. പഴയ കാലങ്ങളിൽ നമ്മൾ പ്രകൃതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടംകുളം വൈദ്യുതി നിലയം വന്ന ശേഷമാണ് വളരെയധികം മാറ്റം ഉണ്ടായത്. എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് അവിടുന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെതിരെ സമരം ചെയ്ത കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അത് കൊണ്ടുവരാനായിട്ട് ആര്യാട മുഹമ്മദ് ശ്രമിച്ചത്. ബിനോയ് കൊല്ലത്തുനിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബിനോയ് പറഞ്ഞോളൂ. നമസ്കാരം. ഇപ്പോ ഇത് ഒരു കറണ്ട് കട്ടായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഞാൻ വ്യാപാരി കോൺഗ്രസ് സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കാണുന്നില്ല. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് സത്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, അതായത് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കറണ്ട് പോകുമായിരുന്നു. അപ്പൊ അവര് ഒരു അതായത് വേറെ ഒരു രീതിയിൽ സിസ്റ്റം ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ ഗവൺമെന്റ് പറഞ്ഞ് അരമണിക്കൂർ 2 പ്രാവശ്യം ആക്കുന്നതും, മറ്റേത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 8 മണിക്കൂർ കറണ്ട് പോകുമ്പോഴും അതായിരുന്നു കൂടുതൽ. ഈ ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ മഴയില്ലാത്തത് കൊണ്ട് ഇലക്ട്രിസിറ്റിയിൽ വൈദ്യുതി ഉണ്ടാക്കാൻ ഒരു ഷോർട്ടേജ് ഉണ്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ല, ഗവൺമെന്റിന്റെ കുറ്റമല്ല, ഒരിക്കലും UDF ഗവൺമെന്റിന്റെ കുറ്റമല്ല. കഴിഞ്ഞ 10 വർഷവും LDF ഗവൺമെന്റ് ചെയ്തത്, അന്നത്തെ വൈദ്യുതി മന്ത്രി ചെയ്തത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നു എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം മരം വെട്ടുന്നു എന്ന് പറഞ്ഞ് 9 മണി മുതൽ 5 മണി വരെ ഏരിയയിൽ അവിടുത്തെ ഒരു പ്രശ്നമാണ്. തീർച്ചയായും അത് അഡ്രസ് ചെയ്ത് രാജേഷ് കൊല്ലത്തുനിന്ന് മറ്റു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. രാജേഷ് പറഞ്ഞോളൂ. ഹലോ, ഞാൻ ശ്രീകുമാർ കൃഷിയെടുത്താണ് പറയുന്നത്. എന്റെ ചോദ്യം, ഈ പിണറായി വിജയന്റെ അവസാന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നമ്മുടെ ഭാഗത്തുള്ള ഒരു ഭാഗത്ത് നിന്ന് സമരം ചെയ്തു. 3-ാം കുറ്റി യൂണിവേഴ്സിറ്റി കൂടി സമരം ചെയ്തു. ആ സമയത്ത് കറണ്ട് പോയെന്നും പറഞ്ഞാണ് പുള്ളി സമരം ചെയ്തത്. അപ്പം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ ആൾക്കാരെ വിളിച്ചിട്ട് പറയണം, ഈ മഴയില്ലാത്തതുകൊണ്ടാണ് കറണ്ട് പോയതെന്നും, ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ ഇതാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രീകുമാറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കറണ്ടിന് വെള്ളം ഉണ്ടെങ്കിലേ കറണ്ട് ഉണ്ടാകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. തീർച്ചയായും അദ്ദേഹത്തോട് പറയാം. വളരെയധികം നന്ദി. ശ്രീ MG സുരേഷ് കുമാർ, എന്താണ് നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് സാധ്യമായ പ്രായോഗികമായ കാര്യം? ഇവിടെ റെഗുലേറ്ററി കമ്മീഷനുണ്ട്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഈ കറണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും
ഒക്കെയുള്ള ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് ജൂലൈ മാസം. മാത്രമല്ല കഴിഞ്ഞ വർഷം 3500 മെഗാവാട്ട് എന്നുള്ളത് 3600 വരെ ആയിരുന്നു. പക്ഷെ അതേസമയം ഇപ്പോൾ എന്താണ് 4500 4800 എത്തി. ഉപഭോഗം കൂടുകയാണ്. അപ്പോൾ ഈ സർക്കാരിന് മുന്നിൽ മറ്റൊരു വഴികൾ ഇല്ല എന്ന നിസ്സഹായാവസ്ഥയിൽ നിന്ന് മന്ത്രി പറഞ്ഞത്. അതേസമയം എന്താണ് ഇടത് ഹാൻഡിലുകളിൽ നിന്നും വലിയ ആക്ഷേപങ്ങൾ ചൊരിയുകയാണ്. ഈ സർക്കാർ നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ 2 മാസം മാത്രമേ ആകുന്നുള്ളൂ ഈ സർക്കാർ വന്നിട്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ പോളിസിയുടെ ഒരു പ്രശ്നമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. അങ്ങനെ കഴിയുമോ എന്ന് അങ്ങേക്കും തോന്നില്ല എന്ന് ഞാൻ അങ്ങനെ ഒരു തോന്നൽ അങ്ങേക്കും ഉണ്ടാകില്ല എന്ന് കരുതുന്നു. കാരണം അങ്ങനെ ഒരു മുൻ KSCB ഉദ്യോഗസ്ഥനാണ്, ഇടത് യൂണിയൻ്റെ നേതാവ് കൂടിയായിരുന്നു. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്ന ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയുടെ കാരണം ഇന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ രാജ്യത്ത് മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. എൽ നിനോയുടെ ഭാഗമായിട്ട് മഴക്കുറവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഷോർട്ടേജ് രാജ്യത്ത് മൊത്തത്തിലുണ്ട്. നമ്മുടെ ഉപഭോഗമാണെങ്കിൽ മുൻകാലങ്ങൾ മഴക്കാലത്ത് സാധാരണഗതിയിൽ ഉപഭോഗത്ത് കുറവുണ്ടാവും. ആ കുറവ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുമില്ല. നേരത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്ന വൈദ്യുതി നോർമലി സ്വാപ്പ് കരാർ പ്രകാരമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ വൈദ്യുതി വാങ്ങുക. നമുക്ക് ജൂൺ മാസത്തിൽ കിട്ടുന്ന മഴയിൽ നിന്ന് വൈദ്യുതി തിരിച്ചു കൊടുക്കാം എന്ന ഒരു കരാറിലാണ് വാങ്ങുക. അത് തിരിച്ചു കൊടുക്കുകയും കൂടി ചെയ്യേണ്ട വന്ന സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധി ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റെന്തെങ്കിലും രൂപത്തിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഉള്ള പരമാവധി ഡിമാൻഡ്, അതായത് നമ്മുടെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം 628 മെഗാവാട്ട് വരെ ലോഡ് ഷെഡിങ് നടത്തി. അതായത് 9 മണി മുതൽ 22 മണി വരെ, അതായത് 10 മണി വരെ ഉള്ള സമയത്ത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ നേരം 628 മെഗാവാട്ടിൻ്റെ ലോഡ് ഷെഡിങ്ങാണ് ഇന്നലെ ഉണ്ടായത്. 7 മണി മുതൽ 8 മണി വരെ 508 മെഗാവാട്ട്, 8 മണി മുതൽ 9 മണി വരെ 621 മെഗാവാട്ട്, 10 മണി മുതൽ 11 മണി വരെ 610, 11 മുതൽ 12 മണി വരെ രാത്രി സമയത്ത് 485 മെഗാവാട്ട്. ഈ രൂപത്തിലുള്ള ലോഡ് ഷെഡിങ്ങാണ് ഇന്നലെ വേണ്ടി വന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഡിമാൻഡ് എത്രയായിരുന്നു എന്നതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പരിശോധിക്കണം. കാരണം നമുക്ക് ഇന്നലത്തെ മോർണിംഗ് സമയത്ത് 3869, ഈവനിങ് പീക്ക് പരമാവധി പോയത് 4830 മെഗാവാട്ട് മാത്രമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 6000 മെഗാവാട്ടിന് മുകളിൽ നമ്മൾ വൈദ്യുതി വിതരണം ചെയ്തിരുന്നു. 6056 മെഗാവാട്ട് വരെ ഉള്ള ലോഡ് മീറ്റ് ചെയ്തിരുന്നു. അതിന് മുകളിൽ ഡിമാൻഡ് പോയപ്പോഴാണ് ചില സ്ഥലങ്ങളിൽ ലോഡ് റെസ്ട്രിക്ഷൻസ് വേണ്ടി വന്നത്. അതും വളരെ ചെറിയ സമയം, 10 മിനിറ്റ് 15 മിനിറ്റ്. ഏപ്രിൽ മാസത്തിൽ നന്നായി ലോഡ് ഉണ്ടാവുന്ന സമയത്താണ്. ആ ഏപ്രിൽ മാസത്തിൽ 6056 മെഗാവാട്ട് വരെയുള്ള ഡിമാൻഡ് KSCB മീറ്റ് ചെയ്യുകയും അതിന് മുകളിൽ പോയപ്പോൾ ഏകദേശം ഒരു 200 മെഗാവാട്ട് വരെ ലോഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നതിൽ നിന്ന് മാറി നമുക്കിപ്പോ സുരേഷ് കുമാർ, ഒരു പ്രേക്ഷകൻ സന്തോഷ്, കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സന്തോഷ്, അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ. സന്തോഷിന്റെ അഭിപ്രായം എന്താണ്? അല്ല, പിന്നെ ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ചൂട് കൂടുതലുള്ള സമയത്ത് ഒരു പ്രശ്നം വന്നു. കാരണം കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ട വന്നപ്പോൾ അന്നേരം ചെറിയൊരു കട്ട് വന്നപ്പോൾ ഈ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഈ ശ്രീകുമാർ അടക്കം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അവർക്ക് ഇപ്പൊ ഈ പ്രശ്നത്തിൽ പറയുമ്പോൾ നേരെ തലതിരിച്ചിട്ട് പറയുന്നു. എന്ത് വിരോധാഭാസമാണ് ഈ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ? യെസ്, സേതുമാധവൻ ഇടപ്പാളിൽ നിന്നും ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സേതുമാധവൻ. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, പല സമയങ്ങളിലായി ഇവരുടെ ഒരു യാതൊരു ഇൻഫർമേഷനും ഇല്ലാതെ കണ്ട് പല തവണകളായിട്ട് പല സമയത്തും കറണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന്. പക്ഷെ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്ത്, ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയല്ല, നമുക്ക് പിന്നെ യഥേഷ്ടം മഴ കിട്ടിയിരുന്നു, മഴ ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അത് ഏവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഇവിടെ കറണ്ട് ഉൽപാദനം എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്റെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ യഥേഷ്ടം കറണ്ട് ഉൽപാദിപ്പിക്കാൻ വേറെ നൂതന മാർഗം ഇല്ലേ?
തീർച്ചയായും മാധവൻ, ആ ചോദ്യം ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളോട് തന്നെ ചോദിക്കാം. ശ്രീ MG സുരേഷ് കുമാർ, നമ്മൾ ഈ പറഞ്ഞു വന്ന ഡിമാൻഡിന്റെ കാര്യം വിതരണത്തിന്റെ കാര്യവും തമ്മിലുള്ള ആ ഒരു അന്തരമാണ് താങ്കൾ കഴിഞ്ഞ വർഷത്തെയായാലും ഈ ഏറ്റവും കൂടുതൽ ഈ ഉപയോഗം അല്ലെങ്കിൽ പീക്ക് ടൈമുള്ള ഈ ഏപ്രിൽ മാസവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അന്തരമാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് പോലും ഇത് മാറുകയാണ്. കാരണം ഇത് ജനങ്ങളെല്ലാവരെയും എല്ലാ തട്ടിലെയും എല്ലാ ക്ലാസ്സിലെയും വിഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ആളുകൾ പ്രതികരിക്കും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഫുട്ബോളിൻ്റെ കാലമാണ്, ഫുട്ബോളിൻ്റെ സമയമായതുകൊണ്ട് ഒരു അതിവൈകാരികത ഉണ്ടാകുന്നു. KCB ഓഫീസുകളിലേക്ക് പോകുന്നു, ഒന്നും അറിയാത്ത പാവപ്പെട്ട ജീവനക്കാരെ തല്ലുന്നു, മർദ്ദിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും വരികയാണ്. അപ്പോൾ നമുക്ക് എത്ര നാൾ ഇത് പോയേക്കാം, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പോയേക്കാം എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥയായിരിക്കാം ഒരു പക്ഷേ, എങ്കിലും നമുക്ക് മറ്റ് മാർഗങ്ങൾ, അത് റെഗുലേറ്ററി കമ്മീഷൻ ഇതിലുണ്ട്, ഒരു സംവിധാനമുണ്ട്. അപ്പോൾ എന്ത് നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കും ഇക്കാര്യത്തിൽ? ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു പ്രശ്നങ്ങളിലേക്ക് പോയി, അതിൽ കുഴപ്പമില്ല. അതായത് 6000-ന് മുകളിൽ ഡിമാൻഡ് വന്ന സമയത്തുണ്ടായിരുന്ന ചെറിയ റെസ്ട്രിക്ഷൻ വലിയ പ്രശ്നമായി ഉന്നയിക്കുകയും വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ 4080 മെഗാവാട്ടിന്റെ മാത്രം ഡിമാൻഡ് നിൽക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറും അരമണിക്കൂർ വെച്ച് കണ്ടിന്യൂസ് ആയും ഒക്കെ ലോഡ് ഷെഡിങ് നടത്തേണ്ടി വരുമ്പോൾ അത് പ്രശ്നമല്ല, അതൊക്കെ കുഴപ്പമില്ല എന്ന രൂപത്തിലുള്ള ചില പ്രതികരണങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഗവൺമെന്റ് ഏതാണ് എന്നതിനേക്കാളും വസ്തുത എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഇന്നലത്തെ ഇവിടെ ലോഡ് ഷെഡ് ചെയ്ത കാര്യം പറയുമ്പോൾ തന്നെ ഇന്നലെ പകൽ സമയത്ത് നമ്മൾ 6.25 മില്യൺ യൂണിറ്റ് വൈദ്യുതി സറണ്ടർ ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നത് കാണണം. അതായത് നമുക്ക് പകൽ സമയത്ത് കിട്ടിയിരുന്ന വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ 6.25 മില്യൺ യൂണിറ്റ് വൈദ്യുതി നമ്മൾ കേന്ദ്ര പൂളിലേക്ക് പൈസയൊന്നും കിട്ടാണ്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കാണണം. അപ്പം പകൽ സമയത്ത് നമുക്ക് സർപ്ലസ് ഉണ്ട്, വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പ്രശ്നം ഇപ്പൊ നൂതന മാർഗങ്ങളിലെ എന്നൊക്കെ പറയുന്ന പല ആളുകളും പറയാറ്, നോക്കൂ സോളാറിനെ പ്രോത്സാഹിപ്പിച്ചാൽ പ്രശ്നം തീരും, സോളാർ പകലേ കിട്ടൂ, പകൽ സമയത്ത് നമുക്ക് ഇപ്പോൾ തന്നെ സർപ്ലസ് നിൽക്കുകയാണ്. സോളാർ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ പീക്ക് സമയത്ത് നമുക്ക് വൈദ്യുതി എവിടുന്ന് കിട്ടും? അങ്ങനെ പീക്ക് സമയത്ത് വൈദ്യുതി കിട്ടാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഹൈഡൽ സ്റ്റേഷൻ മാത്രമേ ആ രൂപത്തിൽ പ്രായോഗികമായിട്ട് കിട്ടൂ. അല്ലെങ്കിൽ നമ്മൾ ആണവ നിലയമോ അല്ലെങ്കിൽ കൽക്കരി നിലയമോ അടക്കമുള്ള നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറാവണം. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരം നിലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്ര കരാറിൽ ഏർപ്പെട്ട് വാങ്ങാൻ കഴിയണം. ഇതുപോലൊരു പ്രതിസന്ധി 2023 നമ്മൾ നേരിട്ടിരുന്നു. 465 മെഗാവാട്ടിന്റെ ഒരു ദീർഘകാല കരാറ് കേന്ദ്ര കേരളം വെച്ചിരുന്നൊരു കരാറ് കാലങ്ങളായി അറിയാമല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെച്ച അല്ലെങ്കിൽ ഒരു ഫോർമുല വെച്ചു, അത് നടപ്പായില്ല എന്ന് പറയുന്നു. പിന്നീട് 10 വർഷമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതൊന്നും കാണാതെ ഇപ്പോൾ ഹൈഡ്രൽ പ്രോജക്റ്റിന്റെ കാര്യം താങ്കൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ പീക്ക് ടൈമാണ് നമ്മൾ പ്രതിസന്ധിയായി മാറുന്നത്. പീക്ക് ടൈമിലാണ് നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കൂ എന്ന് പറയുന്നത് പോലെ അല്പം സഹകരിക്കൂ എന്ന് മന്ത്രിയടക്കം പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇതൊന്നും കാണാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യവും പ്രസക്തമല്ലേ? അല്ല, ഇത്തരത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ട് തന്നെയാണ് വരിക. ഇപ്പൊ എൽനിനോ വരും എന്ന് നേരത്തെ അറിയില്ല, സ്വാഭാവികമായിട്ടും അത് അറിയുന്ന ഇപ്പോഴാണ്. അങ്ങനെ അറിയുമ്പോഴേ നമുക്കത് പ്ലാൻ ചെയ്യാൻ കഴിയൂ. അല്ലാതെ മുൻകൂട്ടി ഇപ്പം എൽനിനോ ആയിരിക്കും എന്ന് കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തു വെച്ചാൽ അതും കൂടി സർപ്ലസ് ആകുകയും അതുകൂടി സറണ്ടർ ചെയ്യേണ്ട അവസ്ഥ വരികയും അത് ജനങ്ങളുടെ ബാധ്യതയായി തീരുകയും ചെയ്യും. അതും ആസൂത്രണ പിഴവായി തന്നെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഷോർട്ട് ടൈം മെഷേഴ്സ് തന്നെ എടുക്കാൻ കഴിയൂ. അത്തരം ഷോർട്ട് ടൈം മെഷേഴ്സ് ഇപ്പൊ അത് ഞാൻ പറഞ്ഞത് 2023 ഇതുപോലൊരു പ്രതിസന്ധി നമ്മൾ നേരിട്ടു. പെട്ടെന്ന് 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാറ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന്റെ താല്പര്യം ഹനിച്ചുകൊണ്ട് റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്ത സമയത്ത് അന്ന് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മനസ്സിലായിക്കൊണ്ട് എന്താ ചെയ്തത്? ഗവൺമെന്റ് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. ഓരോ ഡയറക്ടർമാരും മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടെ ഏതെങ്കിലും രൂപത്തിൽ സർപ്ലസ് വൈദ്യുതി ഉണ്ടോ എന്ന് കണ്ടെത്തി അത് വാങ്ങുന്നതിന് വേണ്ടി കരാറുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ 465-500 മെഗാവാട്ടിന്റെ പ്രതിസന്ധി ഏകദേശം എല്ലാ ഡയറക്ടർമാരും വിവിധ സംസ്ഥാനങ്ങളിൽ ചെന്ന് സംസാരിച്ച്, അല്ലാതെ നേരെ ഈ പറയുന്ന പവർ എക്സ്ചേഞ്ചിൽ നിന്നോ കണ്ടിജൻസി മാർക്കറ്റിൽ നിന്നോ നേരിട്ട്
നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് വാങ്ങുക മാത്രമല്ല, ഇങ്ങനെ വളരെ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ ഗവൺമെന്റ് എന്നുള്ള രൂപത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ നോക്കൂ, വൈദ്യുതി ബോർഡിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഈ നിലയിൽ പ്രൊയാക്റ്റീവായിട്ട് ഏതെങ്കിലും നടപടികളിലേക്ക് ഈ ദിവസങ്ങളിൽ പോയിട്ടുണ്ടോ? നമ്മൾ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ കണ്ടിജൻസി മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ 10 രൂപയിൽ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷ കൊടുക്കുന്നതിനപ്പുറത്ത് ഏതെങ്കിലും സംസ്ഥാനവുമായി അങ്ങ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ആ ഒരു വിമർശനമാണ് ഞാൻ തുടക്കത്തിൽ ശ്രീമാനോടും ചോദിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള മന്ത്രിക്കപ്പുറത്തേക്കുള്ള ഈ സിസ്റ്റം ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അവിടെ നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നില്ല. അതാണ് എടുത്തു പറയേണ്ടത്. വിനു എന്ന തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. വിനു, പറഞ്ഞോളൂ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2000 കോടി രൂപ അടുത്താണ് നമ്മുടെ KSBയുടെ കടം പൊതുക്കടം ഉണ്ടായിരുന്നത് തന്നെ ഒരു അറിവ്. ഹലോ, പറഞ്ഞോളൂ. 2000 കോടിയുടെ അടുത്താണ് കടം ഉണ്ടായിരുന്നത്. 10 കൊല്ലത്തിന് ശേഷം പിണറായി സർക്കാർ ഇറങ്ങുമ്പോൾ 45,000 കോടിയാണ് കടം. അരമണിക്കൂർ കറണ്ട് കട്ടില്ലെങ്കിൽ ഈ 45,000 കോടി കടം വരുമോ എന്നുള്ള ഒരു ഒന്നാമത്തെ ഡൗട്ട്. രണ്ടാമത്തെ ഡൗട്ട്, ഞങ്ങളുടെ ഭാഗത്തൊക്കെ 11 മണിക്ക് 12 മണിക്കൊക്കെയാണ് കറണ്ട് കളയണേ. ഈ കുട്ടികളൊക്കെ പുലർച്ചൊക്കെ ഓടാനൊന്നും പോകുന്നില്ല. ഇവർ ഈ കറണ്ട് കളയുന്ന ടൈം കഴിച്ചിട്ട് കുട്ടികളെ ഇരിക്കുക, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. രണ്ടാമത്തെ പ്രശ്നം ഈ രാത്രി 12 മണി 1 മണി 2 മണി സമയത്താണ് കറണ്ട് കളയുന്നത്. വിളിക്കുമ്പോഴാണ് അവർ അറിയണ കറണ്ട് പോയിട്ടില്ല. ശരി, ഇപ്പൊ ഓണാക്കാം, ക്ലിയർ ആക്കാന്ന് പറയും. ഓക്കെ, അതൊരു പ്രശ്നമാണ്. നാട്ടുകാരെല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. എല്ലാവരും പല തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ശിവരാമൻ പയ്യന്നൂരെന്നും ഒരു പ്രേക്ഷകരുണ്ട്. ശിവരാമൻ, പറഞ്ഞോളൂ. എന്താ വെച്ചാല് നമ്മൾ രാഷ്ട്രീയമല്ല പറയേണ്ടത്, നമുക്ക് കറണ്ട് വേണം. അപ്പൊ കറണ്ട് ചെലവാകുന്നത് ഇപ്പം കറണ്ടിനൂടെയാണ് നമ്മൾ വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗം കൂടി. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ കേന്ദ്രങ്ങൾ, ഈ വൈദ്യുതി നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെ വേണം. അതിനെതിരെ നമ്മൾ സമരം ചെയ്യും. നമുക്കെല്ലാം അന്യ സംസ്ഥാനത്തിന് വേണം. പിന്നെ വേറൊരു കാര്യമായ കാതലായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇടപെട്ട പ്രശ്നങ്ങൾ, ഇനി ഞാൻ പ്രത്യേകിച്ച് ഇടപെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും പകലും എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? തീർച്ചയായും കേൾക്കുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇന്ന് ഈ പയ്യന്നൂർ തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് 1.5 മാസം തുടർച്ചയായി രാവും പകലും കത്തുന്ന പ്രശ്നത്തിൽ ഞാൻ ഇടപെടുമ്പോൾ എന്നെ വഷളാക്കുന്ന സമീപനമാണ് ഈ അധികൃതരുടെ അടുത്തുണ്ടാകും. നമ്മൾ ഈ വഷളാക്കാനല്ല, നമുക്ക് ഈ ഇലക്ട്രിസിറ്റി അധികൃതർ നമ്മളോട് പറയുന്നത്, നിങ്ങൾ കറണ്ട് ലഭ്യത കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം കുറക്കണം എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എവിടെ പോകുമ്പോൾ, കണ്ണൂരായാലും കാഞ്ഞങ്ങാടായാലും എവിടെ പോകുമ്പോൾ ഞാൻ ഈ സ്ട്രീറ്റ് ഞാൻ ശ്രദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗവൺമെന്റിനെല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ലഭ്യത കുറയുമ്പം നമ്മൾ അധികം അനാവശ്യമായ വേലി തന്നെ വിളവ് തിന്നാൻ പാടില്ല. അത് അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഒരു റിമോട്ട് സംവിധാനമുണ്ട്. അത് തകരാറാകുമ്പോൾ ഇതൊരു ശരിയാക്കണം. ഞാൻ ഇത് വന്ന ചാനലുകളൊക്കെ വന്നതാണ്. ആ വന്ന സമയത്ത് ഇതിന്റെ ഉന്നതാധികാരി പറഞ്ഞു പറഞ്ഞാൽ അടുത്തുള്ളൊരു വീട്ടുകാരൻ അത് ഓണാക്കാനുണ്ടോ പറഞ്ഞു. അത് 2 ദിവസം ഇല്ല എൻ്റെ. അങ്ങനെയല്ല, തുടർച്ചയായിട്ട് 1.5 മാസം തുടർച്ചയായി കത്തി. തീർച്ചയായും ശ്രീ ശിവരാമൻ കാര്യക്ഷമതയോടുകൂടി ഇടപെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പല രീതിയിൽ ഇങ്ങനെ വൈദ്യുതി അനാവശ്യമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ KSB ഉദ്യോഗസ്ഥരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയാണ്. ഒരുപാട് പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ. ശ്രീ N. ശ്രീകുമാറിലേക്ക് ഇടപെടെടുത്ത ശേഷം എത്താം. നേരത്തെ പ്രേക്ഷകർ ചോദിച്ചതും N. ശ്രീകുമാറിനോടാണ്. പൊളിറ്റിക്കലി ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ സാങ്കേതികമായി നേരത്തെ ശ്രീ MG സുരേഷ് കുമാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് വളരെ ഇനിഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു സമയത്ത്, ഈ ഒരു ദുർഘടഘട്ടത്തിൽ കാര്യക്ഷമമായി ജനങ്ങൾ കൂടി ബോധ്യമായ രീതിയിൽ തോന്നാത്തത്, ഇടപെടൽ നടത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം കൂടിയുണ്ട്. ഇടവേളയെടുത്ത ശേഷം അതിവേഗം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ N. ശ്രീകുമാർ, നമ്മൾ സർക്കാർ പറയുന്ന മറ്റ് ഫോം വഴികൾ ഒന്നുമില്ല എന്ന് വരെ ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുമെന്ന് പറയാനും കഴിയില്ല. അതായത് എല്ലാ പ്രതിമാസം നമുക്ക് മൺസൂൺ കാലത്ത് കിട്ടേണ്ട മഴയുടെ അളവിൽ കുറവാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ ലഭ്യമല്ല. ഡാമുകളിലെ ജലനിരപ്പ് 60% കഴിഞ്ഞ തവണയെങ്കിൽ അത് 30 അങ്ങനെ ആവലാതികൾ ഒരുപാട് നിരത്തുന്നുണ്ട്. നേരത്തെ ശ്രീ MG സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷേ അതുപോലൊരു ഇനിഷ്യേറ്റീവ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകാതെ പോകുന്നു. അത് ജനങ്ങൾക്കും അതിലൊരു പ്രതിഷേധം പലരും പങ്കുവയ്ക്കുന്നുമുണ്ട്. മറുപടി പക്ഷേ പ്രതീക്ഷ ഇതിലത്തെ രാഷ്ട്രീയത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം
അത് UDFന്റെ കാലത്താണെങ്കിൽ LDFും, LDFന്റെ കാലത്താണെങ്കിൽ UDFും അവരവരുടേതായ രീതിയിൽ രാഷ്ട്രീയ സമരം നടത്തും. അതൊക്കെ പ്രാദേശികമായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അതിന് നമുക്കത് എത്ര പറഞ്ഞാലും അതിനൊരു ന്യായീകരണമൊന്നുമില്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതിലേക്ക് ഞാൻ വിട്ടുകളയാണ്. അതിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോഴും DYFI സമരം ചെയ്യുമ്പോഴും പരസ്പരം ഇങ്ങനെ തന്നെയാ പറയുക. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ സുരേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്നാണ്. മുൻകൂട്ടി ചിലത് കാണാൻ പറ്റും. കാരണം ഇന്ന് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ്? അതായത് ഇനി മഴ കുറയും, കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം ഇനി മഴ കുറയും. അപ്പൊ മഴ കുറയുമ്പോൾ ആ മഴ കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വൈദ്യുതിയുടെ ശേഖരം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി തന്നെ കാണേണ്ടി വരും. ചില പ്രതിഭാസങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ എല്ലിനോയുടെ കാര്യത്തിലൊക്കെയാണ് ശരിയാണ്. രണ്ടാമത്തെ കാര്യം, എന്റെ പ്രതീക്ഷ ഒരു ഗവൺമെന്റ് മനഃപൂർവ്വം ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമോ? അല്ല, പക്ഷേ കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സൈക്ലോണുകളായാലും അല്ലെങ്കിൽ കടുത്ത ചൂടിന്റെ അവസ്ഥകൾ. ഇതൊക്കെ നമുക്കിനി മുൻകൂട്ടി പഴയതുപോലെ പ്രവചിക്കുന്നതിന് അപ്പുറത്തേക്ക് കൈവിട്ട് പോവുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എല്ലാ കാലവും കേരളം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ സർക്കാർ വരുമ്പോഴാണ് പുതിയ ഒരുപാട് ഐഡിയകളുള്ള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വളരെ വാചാലനാകുന്നുണ്ട്. പുതിയ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊരു ജനകീയ പ്രശ്നമായി കണ്ടുകൊണ്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അടിയന്തര മീറ്റിംഗ് വിളിക്കാം. അടിയന്തരമായി ഈ പ്രശ്നം ഇത് കുറേ ദിവസമായല്ലോ ഈ പ്രശ്നം. ഈ വിഷയത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റെപ്പ് ഉണ്ടാകാതെ പോകുമ്പോഴുള്ള ആശങ്കയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും പബ്ലിസിറ്റി ഉണ്ടാകണമെന്നില്ല. ഞാൻ അതാ പറഞ്ഞത്. വൈദ്യുതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം എന്റെ അറിവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച നടത്തുകയും ഈ പ്രതിസന്ധി, അതായത് മനുഷ്യന് പറ്റാവുന്നതിനും അപ്പുറത്തേക്ക് രീതിയിൽ പ്രതിസന്ധി വന്നാൽ അതിൽ ചില നീക്കുപോക്കുകളൊക്കെ വേണ്ടിവരും. ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചാൽ പന്തുകളി ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് എന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു അക്കാഡമിക് വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് മഴയുടെ കാര്യത്തിൽ പറഞ്ഞ് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഗവൺമെന്റ് ചില നടപടികൾ എടുത്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കർണാടകവും തമിഴ്നാടും തെലങ്കാനയൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകളാണ്. അവിടെയൊക്കെ ആവശ്യത്തിലധികം വൈദ്യുതി ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് വാങ്ങിക്കാനുള്ള കരാറൊക്കെ ഏർപ്പെടാൻ അറിയാൻ വയ്യാത്തവരൊന്നും അല്ലല്ലോ ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അപ്പൊ അതേ ഞാൻ പറഞ്ഞ മനഃപൂർവ്വം കറണ്ട് കട്ട് ഒക്കെ നടത്തിക്കൊണ്ട് ഇരുട്ടിലാക്കിക്കൊണ്ട് നിർത്തില്ല. പക്ഷെ ഇത് പ്രതിപക്ഷം ആയുധമാക്കും. അതുകൊണ്ടാണ് ഇന്ന് മന്ത്രി വീണ ജോർജിന്റേതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടേതാണോ എനിക്കറിയില്ല, കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞിരിക്കുന്നതാണ് കേരളം ഇരുട്ടിലേക്ക് പോകുന്നു, ഇരുണ്ട യുഗത്തിലേക്കെന്നോ ഇങ്ങനെ ഈ പുതിയ യുഗത്തിലെ ഇരുണ്ട യുഗം എന്തൊക്കെ പറഞ്ഞിട്ടാണത്. ഞാൻ പറയുന്ന അങ്ങനെയൊക്കെ പറയാറായോ നമ്മള്? കാരണം അത് ഭരണാധികാരികൾക്ക് അറിയാം. ഇപ്പോഴത്തെ ശ്രീ സുരേഷ് കുമാർ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ അതേ ഇടത് തൊഴിലാളി നേതാവ്, അതെനിക്കറിയാം. പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോട് കണ്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്ക് വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ LDF ഗവൺമെന്റിന്റെ കാലത്ത് പവർ കട്ട് ഇല്ലാത്ത കാലം എന്ന് പറഞ്ഞപ്പോഴും പവർ കട്ട് വന്നപ്പോഴും ഒന്നും അക്കാലത്ത് ചർച്ചയിൽ പങ്കെടുത്ത ഞാൻ അതിനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. ചില വിഷയങ്ങളിൽ നമ്മൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കി നമ്മുടെ സുപ്രഭാതത്തിൽ പോയിട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ പ്രകൃതിയുടെയും അതുപോലെ താപനിലയുടെയും കേൾക്കുന്നുണ്ട് സാർ. പവർ കട്ട് പറയണത് അരമണിക്കൂറാണ്. അത് ഓക്കെ, നമുക്ക് സഹിക്കാം. ഇത് ഒരു ദിവസം 4 വട്ടം പോകുന്നത്, അതും അരമണിക്കൂർ. മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടിക്കാണ് ഇതൊക്കെ. മഴ പെയ്താലെന്താ കറണ്ട് പോകുന്നില്ലേ? അപ്പോഴും പോകുന്നുണ്ട്. പാലക്കാട് ഏത് ഭാഗത്താണ്? പാലക്കാട് പട്ടാള സ്ട്രീറ്റ് ആണ്. ഇവിടെ ഞാൻ ഇപ്പൊ ന്യൂസ് കണ്ടത് 2 വട്ടാണ്. എനിക്ക് ഇവിടെ പോകുന്നത് 4 വട്ടാണ്. അരമണിക്കൂർ. അതിനെ വിളിച്ചു ചോദിച്ചപ്പോ ഇല്ല, 1 വട്ടല്ലേ ഓഫ് ആക്കുന്നുള്ളൂ എന്ന്. അപ്പൊ അവര് തന്നെ അറിയുന്നില്ലേ ഇത് ഓഫ് ആകണത്? എന്റെ അനുഭവം 4 വട്ടാണ്. എന്നിട്ട് ഒന്ന് കടന്ന് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് മനസ്സമാനത്ത് കടക്കുമ്പോ അപ്പൊ 2 മണിക്കൂർ ഓഫ് ആക്കല്. ഇത് പവർ കട്ടാണോ? തീർച്ചയായും. അസീൻ, എന്തായാലും അവിടുത്തെ KCB അവിടുത്തെ സബ്സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തായാലും നോക്കുക. അവിടുത്തെ പ്രശ്നം എന്തായാലും അവിടെ അറിയട്ടെ, പ്രേക്ഷകർ അറിയട്ടെ. സുമോദ് തലയോലപ്പറമ്പിൽ ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സുമോദിന് അവിടുത്തെ പ്രശ്നം എന്താണ് സുമോദെ? എവിടെയാണ്? ഹലോ, കറണ്ടേ ഇല്ല. ഈ ലോകപ്രദ നടക്കുന്ന സമയത്ത് 4-5 വട്ടം കറണ്ട് പോവാ. ഹലോ, കേൾക്കാം. കറണ്ടേ ഇല്ല, 4 വട്ടം കറണ്ട് പോകണം. കളി കാണാൻ പറ്റില്ല. എപ്പോഴും കണ്ടു പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടതിൽ
ഇതിനു മുമ്പ് നിങ്ങൾ പോയി വരാമല്ലോ. ഗവൺമെന്റ് കേരളത്തിലില്ല. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ കണ്ടു പോയി വരായിരുന്നു. ശക്തമായ ആശം ഉണ്ടാകണം. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ നമുക്കിത് ശാശ്വത പരിഹാരം തന്നെ വേണം. ശ്രീ MG സുരേഷ് കുമാർ, നേരത്തെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞുവല്ലോ, ഈ സർക്കാർ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് പോവുകയാണ് സർക്കാർ. അവിടെ സാമ്പത്തികം, ഖജനാവിലെ നീക്കിയിരിപ്പ്, ശേഷിപ്പ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നേരത്തെ പലരും ചോദിച്ചതുപോലെ മഴ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വിഷൻ വേണം. ആ വിഷൻ എന്ത് ഇനിഷ്യേറ്റീവാണ് ഈ സർക്കാരും ഈ വൈദ്യുതി വകുപ്പും എടുക്കേണ്ടത്? ഹലോ, ശ്രീ MG സുരേഷ് കുമാർ, നേരത്തെ പറഞ്ഞു വന്നത് ഞാനല്ലേ പറയേണ്ടത്? അതെ 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 ഹലോ, അതെ സുരേഷ്, അതെ സുരേഷ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സർപ്ലസ് ഉള്ള ചില സംസ്ഥാനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം UDF ആണല്ലോ കേരളം ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ് കർണാടകം ഭരിക്കുന്നത്. കർണാടകം ഇന്നലെ ഏകദേശം 600 മെഗാവാട്ട് പവർ എക്സ്ചേഞ്ചിൽ 9 രൂപ 8 പൈസ റേറ്റിൽ വിറ്റിട്ടുണ്ട്. അത് വിൽക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ 10 രൂപ 10 പൈസയ്ക്ക് പവർ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ച കർണാടകയുമായി നടത്തിയിരുന്നുവെങ്കിൽ 9 രൂപ 8 പൈസയ്ക്ക് പകരം 9.5 രൂപയായാൽ പോലും നമുക്കൊരു 10-60 പൈസ ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവിടെ നിന്ന് 600 മെഗാവാട്ട് പവർ കിട്ടുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഒരു ബൈലാറ്ററൽ കരാറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും ഇന്നലെ നമുക്ക് ലോഡ് ഷെഡിങ് വേണ്ടി വരുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില സാധ്യതകൾ പരിശോധിക്കുകയും അത് അഡ്രസ് ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നതിനുള്ള ശ്രമം കൂടി യഥാർത്ഥത്തിൽ കേരളം നടത്തേണ്ടതാണ്. ഇതൊരു വന്നിട്ടുള്ള ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കണ്ട് ഈ പറഞ്ഞ പോലെ കേരളത്തെ ഇരുട്ടിലാക്കാൻ വേണ്ടി UDF തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ക്രൈസിസ് അല്ല. ആസൂത്രണത്തിന്റെ വലിയ പിഴവും പറയാൻ പറ്റില്ല. കാരണം ഈ രൂപത്തിൽ എല്ലിനോ വരും എന്ന് മുൻകൂട്ടി പറയാനും കഴിയില്ല. പക്ഷെ ഇത്തരമൊരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി എത്രത്തോളം നമുക്ക് ഇടപെടാൻ കഴിയും, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പരിശീലിക്കാൻ കഴിയും. ഇപ്പൊ ഗുജറാത്തില്, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ തുടങ്ങി ചില സംസ്ഥാനങ്ങളിൽ സർപ്ലസ് പവർ ഉണ്ട് ഇപ്പോഴും. അപ്പം അത്തരം സംസ്ഥാനങ്ങളുമായി ബൈലാറ്ററലായി ചർച്ച ചെയ്ത് വൈദ്യുതി വാങ്ങാനുള്ള ചില ഏർപ്പാടുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക ചുമതല കൊടുത്ത് അവിടെ പോയി കണ്ട് അവരുമായി സംസാരിച്ച് പൊളിറ്റിക്കലായും ഇടപെട്ട് ഒക്കെ സാധിക്കുമോ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരിശോധനകൾ ഒരു ഗവൺമെന്റ് എന്ന രൂപത്തിൽ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2023 അത്തരമൊരു വലിയ ക്രൈസിസ് നമ്മൾ നേരിട്ടു. ആ ക്രൈസിസ് വന്നപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ 10ഓളം സ്റ്റേറ്റുകളിൽ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. ശ്രീകുമാർ, എന്താണ് പറയാനുള്ളത്? അതായത് ഒരു ദീർഘകാല കരാറ് വീണ്ടും ഉണ്ടാക്കാനായിട്ട്, അതായത് വൈദ്യുതി ഇങ്ങനെ ക്ഷാമം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു ദീർഘകാല കരാർ ഉണ്ടാക്കാനായിട്ട് UDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ ഇത് 2 ദിവസമായിട്ടുള്ള പ്രതീക്ഷയെ പ്രതീക്ഷിച്ച കാര്യം മനസ്സിലായി. ഈ 2 ദിവസത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് അല്ലേ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പൊ ഒരു ദീർഘകാല കരാർ വീണ്ടും ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഈ 2 മാസത്തിനുള്ളിൽ ഈ ഗ്യാരണ്ടികൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനങ്ങൾ നടത്തി മുഖ്യമന്ത്രി. ഈ സർക്കാർ മുഖ്യമന്ത്രി ഒരുപാട് മറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമായി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നാണ് വിമർശനം വരുന്നത്. ദീർഘകാല ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീകുമാറെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ദീർഘകാല കരാറുകൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്പ്, ഏതൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നോ ആ സ്റ്റെപ്പിനെ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇത് ദീർഘകാലത്തേക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നമല്ല. താൽക്കാലിക പ്രതിസന്ധികൾ ഉണ്ടാകും. കാരണം ഈ താൽക്കാലിക പ്രതിസന്ധികൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിപ്പോ റൗണ്ട് ദ ക്ലോക്ക് നമുക്കൊരു ദീർഘകാല കരാർ ഉണ്ടാക്കിയാൽ നമുക്ക് വൈദ്യുതി സറണ്ടർ ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് ലോഡ് ഡിമാൻഡിന് വരുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അല്ലാതെ പരിഹാരം കാണാൻ കഴിയില്ല. അതിന് താൽക്കാലിക അടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്നതിന് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ കൂടി വേണം എന്നാണ്. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിൽ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന നിലയ്ക്ക് കാണുകയല്ല, അതിനപ്പുറത്ത് രാഷ്ട്രീയമായ ഇടപെടൽ കൂടി ഇത്തരം കാര്യത്തിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് മറ്റ് സ്റ്റേറ്റിലെ പ്രത്യേകിച്ച് കർണാടകത്തിലെ സർപ്ലസ് വൈദ്യുതി, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല, ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കാലം കൂടെ നോക്കണം.
2023 ആ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ജനജീവിത കാലാവസ്ഥ, അതുപോലെ എല്ലാ രംഗത്തുമുള്ള ഒരു അവസ്ഥയിലല്ലോ ഇന്നുള്ളത് 2026. കാലം മാറിയതനുസരിച്ച് നമ്മുടെ ഉപഭോഗത്തിലും എല്ലാത്തിലും മാറ്റം വരും. അപ്പോൾ ദീർഘകാല കരാറാണ് നല്ലത് എപ്പോഴും. അതാണ് UDF എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ദീർഘകാല കരാർ തന്നെ. അത് ചിലപ്പോൾ സർപ്ലസ് ആവും, ചിലപ്പോൾ കൂടും കുറയും, അതൊക്കെ വേറെ വിഷയം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിപ്പോയിട്ട് കുറച്ച് കറണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ ഒരു അതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നത്, ആര്യയുടെ മോഹൻന്റെ കാലത്ത്. ആ കരാർ റദ്ദായി പിന്നീട്. അതിന്റെ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ദീർഘകാല കരാറാണ് കേരളത്തിൽ ജീവിക്കും. കേരളത്തില് ദീർഘകാല കരാറുകൾ എല്ലാ ഗവൺമെന്റുകളും വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാർ മാത്രം വെച്ചുകൊണ്ട് 2016 ഉണ്ടായിരുന്ന 3500 മെഗാവാട്ടിന്റെ ഡിമാൻഡ് 6000 മെഗാവാട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. എല്ലാ ഗവൺമെന്റും ദീർഘകാല കരാറുകൾ വെച്ചിട്ടുണ്ട്. ദീർഘകാല കരാറുകൾ തുടർച്ചയായി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും പുതിയ മാറ്റമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിനകത്ത് റിസോഴ്സ് അഡിക്വസി പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല കരാറുകൾ എല്ലാ ഗവൺമെന്റുകളും വെക്കാറുണ്ട്. ആ റിസോഴ്സ് അഡിക്വസി പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വെച്ചു പോകണം, അത് വെക്കേണ്ട എന്നല്ല. പക്ഷെ അങ്ങനെ വെച്ചാൽ പോലും താൽക്കാലികമായ പ്രതിസന്ധികൾ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ദീർഘകാലത്തിലേക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥയിലും വൈദ്യുതി ഉൽപാദനത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്രതിസന്ധികൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം മെഷേഴ്സ് കൂടി സ്വീകരിക്കുക എന്നതാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ക്രൈസിസ് വരുമ്പോൾ മാനേജ് ചെയ്യുന്നതിനെയാണ് ഗവൺമെന്റ് എന്ന് പറയുക. അല്ലാതെ സമാധാന കാലത്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനെ അല്ല ഗവൺമെന്റ് എന്ന് പറയുക. തീർച്ചയായും അതാണ് ശ്രീ സുരേഷ് കുമാർ, ശ്രീ N. ശ്രീകുമാറിനോട് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. അതായത് ഈ ക്രൈസിസിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥരുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ മാത്രം ചെയ്തുകൊള്ളട്ടെ എന്നല്ലാത്ത രീതിയിൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തോട് ഭരണാധികാരി ഇനിഷ്യേറ്റീവ് എടുത്ത് കൂടി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പായിരുന്നു. അവിടെ ഒരു മന്ത്രി ഇങ്ങനെ വകുപ്പ് മന്ത്രി നിസ്സഹായനായി നിന്ന് കേഴുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളം കാണുമ്പോൾ അങ്ങനെ നമ്മൾ വിസ്മയിക്കുകയാണ്. മധു എന്ന ഒരു പ്രേക്ഷകൻ കൂടി, അവസാനമായ ഒരു പ്രേക്ഷകൻ കൂടി പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. മധു, പറഞ്ഞോളൂ. മധു പറഞ്ഞോളൂ. ടെലിഫോൺ ലൈനിൽ പ്രോബ്ലമുണ്ട്. വളരെയധികം നന്ദി ശ്രീ NG ശ്രീകുമാർ, ശ്രീ N. ശ്രീകുമാർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. പറഞ്ഞു വന്നത് എല്ലാ പ്രേക്ഷകരും, ഒരുപാട് പ്രേക്ഷകർ ഈ ചർച്ചയിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും നമ്പർ നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ അവസ്ഥയാണ്. കാരണം ഒരു ദിവസം 1ഉം 2ഉം തവണയൊക്കെ കറണ്ട് കട്ടുണ്ടാകുന്നു. അതിനൊരു നിശ്ചിത സമയക്രമമില്ല. ഫുട്ബോളിൻ്റെ കാലഘട്ടമാണ്. അങ്ങനെ ഫുട്ബോൾ ആരാധകർ ദുഃഖത്തിലാണ്. അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഫുട്ബോൾ ഇപ്പോൾ തിങ്കളാഴ്ച മറ്റോ കഴിയും. അതിനുശേഷം പിന്നീട് എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ ഉത്തരമില്ല വൈദ്യുതി മന്ത്രിക്ക്. അവിടെയാണ് പ്രശ്നം. അത് പരിഹരിക്കപ്പെടണം, അടിയന്തര സ്റ്റെപ്പ് എടുക്കണമെന്ന് കൂടി പറയുകയാണ്.